ഹലോ. ഇന്ന് ഞാനിതാ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. പകുതിയായിട്ടുണ്ട്. തുടക്കം മുതലേ എടുക്കണം തോന്നിയിട്ടില്ല. കാരണം സാധാരണ ഒരു ചോറും പിന്നെ കറിയും ഒന്നും നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. പിന്നെ ഇതാ വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചെറുപയറും വാഴക്കട്ടിയും. വാഴക്കട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വാഴക്കൂമ്പ്, പല നാട്ടിൽ പല പേരാണെന്ന് തോന്നുന്നു. അപ്പോൾ അതും ഈ നാട്ടിൽ സാധാരണയായിട്ട് അങ്ങനെ വെക്കുന്നത്. ഈ വാഴക്കട്ടി ഉപ്പേരി വെക്കുന്നത് ചെറുപയറും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാട്ടോ. ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇതൊരു ഹെൽത്തിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉപ്പേരിയും കൂടെ കേട്ടോ അത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് വെച്ചാൽ ഒരു അര ഗ്ലാസ് ചെറുപയർ എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് അല്പം ഉപ്പിട്ടിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെക്കുകയാണ്. അപ്പോൾ അത് അവിടുന്ന് 2-3 വിസിലടിയുമ്പോഴേക്കും ഇവിടെ വാഴക്കട്ടി മുറിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം എന്ന് തോന്നി. സംസാരിക്കണം എന്ന് വെച്ചാൽ ഞാൻ ആളൊന്നുമല്ല അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. മോട്ടിവേഷൻ സ്പീക്കറോ അങ്ങനത്തെ കാര്യങ്ങൾ അറിയുന്ന ആളോ ഒന്നുമല്ല. ഞാനൊന്നും പഠിച്ചിട്ടോ ഒന്നുമില്ല. എനിക്ക് പിന്നെ പേഴ്സണലി എൻ്റെ അറിവിൽ എൻ്റെ കൂടെയുള്ള ആളുകളിൽ ഓരോരുത്തർ അനുഭവം, പിന്നെ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത്, അതായത് നമ്മൾ ഇത്രയും വർഷമായിട്ട് ജീവിക്കല്ലേ, അപ്പം നമ്മൾ അവിടുന്ന് ഇവിടുന്നും വെച്ച അറിവും അറിഞ്ഞ് വായിച്ച് അങ്ങനെയൊക്കെയുള്ള അറിവും പിന്നെ നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങളും വെച്ചിട്ടാട്ടോ ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ലേഡീസ്, പ്രത്യേകിച്ച് ലേഡീസ് വീട്ടമ്മമാർ, അതെന്നെ എടുത്ത് പറയണം, ഒരുപാട് ഡിപ്രഷനിൽ കൂടെയും ഒരുപാട് മടുപ്പ്, ജീവിതത്തിനോടൊരു മടുപ്പ്. എന്തിനാ ജീവിക്കുന്നത്, എന്നും ഒരേ റൊട്ടീനാണ്, വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുക, ക്ലീനിങ് കാര്യങ്ങൾ, കുക്കിങ്, അതെന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മടുപ്പ് തോന്നുന്ന ലേഡീസ് ഉണ്ട്. പിന്നെ നമുക്ക് ആരും ഒരു വില തരുന്നില്ല, ഫാമിലിയിൽ നമുക്കൊരു വാല്യൂ ഇല്ല, അങ്ങനെയൊക്കെ തോന്നുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല ആൾക്കാരും അത് പുറത്ത് പറയില്ല. ചില ആൾക്കാരത് ഷെയർ ചെയ്യും, ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോടോ അങ്ങനെ ഷെയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എനിക്കൊരു ഇതായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമുക്കൊരു സെൽഫ് ലവ് ആണ്. പല സ്ത്രീകൾക്കും ആ സെൽഫ് ലവ് ഇല്ല. സെൽഫ് ലവ് മീൻസ് നമ്മളെ സ്നേഹിക്കുക. അതായത് നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മളെ ലൈഫ് അല്ലെങ്കിൽ നമ്മളെ ജീവൻ വരെ ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു ലേഡീസിനെ, പല ആൾക്കാരെയും അങ്ങനത്തെ ആളുകളെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. എന്താ പറയുക, നമ്മുടെ ഡെയിലി നമ്മളെ സ്കിൻ കെയറോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കാര്യങ്ങളോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. രാവിലെ നമ്മൾ എണീക്കുമ്പം മുതൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. നമ്മളെ ലൈഫ് തന്നെ ഫാമിലിയാണ് എല്ലാം, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ലൈഫ്. അങ്ങനെ അത് എന്നൊരു മാറ്റി നമ്മൾ ഫാമിലിക്ക് വേണ്ടി നിൽക്കണ്ടെന്നോ, ഫാമിലിക്ക് വേണ്ടി സമയം ചിലവഴിക്കണ്ടെന്നോ, അവരെ കാര്യങ്ങൾ നോക്കണ്ടെന്നോ അല്ല. നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നതോടൊപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വേണ്ടി ജീവിക്കുക, നമ്മളെ സ്നേഹിക്കുക. ഇത് എൻ്റെ കാര്യമല്ലേ, ഇത് ഞാനല്ലേ, അത് വിഷയമല്ല. നമ്മൾ കൂടുതൽ ആൾക്കാർ അങ്ങനെയല്ലേ ചിന്തിക്കുക. പക്ഷേ അതല്ല, നമ്മളെ കാര്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് നമ്മളെ ഹെൽത്ത് കെയർ ആണെങ്കിലും നമ്മളെ ബ്യൂട്ടി ആണെങ്കിലും പിന്നെ പല കാര്യങ്ങളും നമ്മളെ ഇഷ്ടങ്ങളാണെങ്കിലും. അപ്പോൾ ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മളെ പ്രെയർ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഓരോ മതക്കാർക്കും ഓരോ രീതിയിൽ പ്രെയറും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം നമ്മുടെ സ്കിൻ കെയർ, നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ട് മുടിയൊന്നും വാരാതെ നേരെ അടുക്കളയിലേക്ക് പോയി ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്കൊരു ചേഞ്ച് വരുത്തും. പല പെൺകുട്ടികളും എനിക്കറിയാം കല്യാണം വരെ ഭയങ്കരമായിട്ട് സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളായിരിക്കും. പിന്നെ ഒരു കല്യാണം കഴിഞ്ഞ് അപ്പോഴും ഉണ്ടാവും. പക്ഷെ ഒരു കുട്ടിയൊക്കെ ആയാൽ പിന്നെ അതിൽ നിന്നൊക്കെ മെല്ലെ മെല്ലെ ബാക്കോട്ട് പോയിട്ട് പിന്നെ ഒന്നിനും ടൈമില്ല. എൻ്റെ കുട്ടിയാണ് എനിക്ക് എൻ്റെ ലോകം, എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് എൻ്റെ ലോകം, എൻ്റെ ഫാമിലിയാണ് എനിക്കെൻ്റെ ലോകമായിക്കോട്ടെ. പക്ഷെ അതിൻ്റെ കൂടെ നമ്മുടെ ഫാമിലി നമുക്കൊരു റെസ്പെക്റ്റോ ഒരു വാല്യോ തരണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവരെ അറിയണം, അവർക്ക് മനസ്സിലാവണം. അല്ലാതെ അവരുടെ ഇടയിൽ നമുക്കൊരു വ്യക്തിത്വം ഇല്ലാത്ത പോലെയാവും. നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടങ്ങളും ഇല്ല, നമുക്ക് നമ്മുടേതായ ഒരു കെയറിങ് ഇല്ല. അതില്ലാന്ന് മനസ്സിലാകുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ അവിടെ നമുക്കൊരു വില കുറയുക ചെയ്യുന്നത്. പിന്നെ നമ്മളോടും ചെയ്യുന്നൊരു തെറ്റാണത്. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് നമ്മൾ ആ സ്കിൻ കെയർ ചെയ്യുക, പ്രെയറും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിലേക്ക് വരിക. വീട്ടിലെ കാര്യങ്ങൾ, എല്ലാവർക്കും ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ നമ്മളത് ഉണ്ടാക്കാൻ പോവുക, കാര്യങ്ങൾ ചെയ്യുക. അതൊന്നും അവിടെ ചെയ്യാതിരിക്കണം എന്നല്ല പറയുന്നത്, അതൊക്കെ ചെയ്യാം.
അതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഡെയിലി നമുക്കായിട്ടൊരു ടൈം കണ്ടെത്താം. ഞാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ദിവസം ഞാൻ എന്തൊക്കെ തിരക്കായാലും എനിക്ക് 4 മക്കളുണ്ട് ഇപ്പോൾ. അപ്പോൾ 4 മക്കൾ, ഹസ്ബൻഡ്, ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം ഞാൻ ഡെയിലി എത്ര സമയമില്ലെങ്കിലും എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാനൊരു കുറഞ്ഞ സമയം ഞാൻ മാറ്റി വെക്കും. അതെനിക്ക് നിർബന്ധമാണ്. കാരണം നമുക്കും എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടേതായ ഒരു ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. ഫുള്ള് നമ്മളെ ഫാമിലിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ബാക്കി ഉള്ളവർക്ക് വേണ്ടി അതല്ല ലൈഫിൽ. നമുക്കും വേണ്ടി കുറച്ച് സമയം. എന്തൊക്കെ കാര്യം നമ്മൾ ദിവസം ചെയ്യുന്നുണ്ട്. വീട്ടമ്മമാരാകുമ്പോൾ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ലേഡീസ് ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വേണ്ടി ഡെയിലി ഒരു കുറഞ്ഞ സമയം, അരമണിക്കൂർ അല്ലെ 1 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ അത് നമ്മളോട് കാണിക്കുന്നൊരു സ്നേഹമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആഗ്രഹങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. ആഗ്രഹം മീൻസ് നമുക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുണ്ടാവും, ട്രിപ്പ് പോകാൻ ഇഷ്ടമുണ്ടാവും, അല്ലെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാൻ ഇഷ്ടമുണ്ടാവും, അല്ലെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകാൻ ഇഷ്ടമുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മൾ ഹാപ്പി ആവുന്ന മൊമെൻറ്റ്സ് ഒരുപാടുണ്ടാവും. ചിലപ്പം ഫാമിലിൻ്റെ കൂടെ ഉണ്ടാവും ഹാപ്പി അല്ല എന്നല്ല, ആ ഒരു ഹാപ്പിനെസ് വേറെ ആയിരിക്കും. ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി സ്പെൻഡ് ചെയ്യുന്നതിന് അതിനുണ്ടാവും നമുക്ക് വേറൊരു തരം ഹാപ്പിനെസ് ആയിരിക്കും. എല്ലാം നമ്മുടെ റിലേഷൻ പല തരത്തിലായിരിക്കുമല്ലോ. അതായത് ഫ്രണ്ട്സിൻ്റെ വേറെ, ഫാമിലിൻ്റെ വേറെ, രണ്ടും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ അതിന് രണ്ട് ആൾക്കാരെ കൂടെയും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 തരം ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഫാമിലി നമുക്കിങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലാതെ അതൊന്നും വേണ്ട, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ലൈഫിനോടൊരു മടുപ്പ് തോന്നുന്നത്. നമ്മുടെ ലൈഫിന് നമ്മൾ കൂടുതൽ നമ്മളാണത് ഹാപ്പിയാക്കി കൊണ്ടുവരേണ്ടത്. ലൈഫിൽ മടുപ്പില്ലാതെ നമ്മുടെ അറ്റ്മോസ്ഫിയർ അടിപൊളിയാക്കി എടുക്കുന്നത് നമ്മളാണ്. അതോടൊപ്പം നമ്മളെ സെൽഫ് ലവ്, അതായത് നമ്മളെ സ്നേഹിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഇഷ്ടങ്ങൾ, നമ്മളെ ആഗ്രഹങ്ങൾ, നമ്മളെ എൻ്റർടൈൻമെൻറ്റ്, പിന്നെ ഹെൽത്ത്. പല ലേഡീസും, ഞാനടക്കം പല ലേഡീസും നമ്മുടെ ഹെൽത്ത് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാറില്ല. ഞാൻ മനസ്സിലാക്കി എങ്ങനെയാണ്. നമ്മുടെ ഉമ്മമാരെ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരെയൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. അവരൊക്കെ പണ്ടുള്ളവരൊക്കെ എനിക്ക് ഫുള്ളായിട്ട് ഒരു ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ആൾക്കാരാട്ടോ. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അറിഞ്ഞെടുത്തോളം അവർ ആ അടുക്കളയിൽ നിന്ന് തന്നെ അവരുടെ ജീവിതം തീർന്നു പോയ ഒരുപാട് ആൾക്കാർ. അവർക്ക് ഇഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ, അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ. ഇപ്പോഴും ഞാൻ പറയാം, നമ്മളെ ഉമ്മമാരെ, ആ ഒരു ഏജിലുള്ളവർ, നമ്മുടെ മുമ്പത്തെ തലമുറ, അവർക്ക് ഇപ്പോഴും ആഗ്രഹങ്ങൾ, ഇപ്പോൾ എത്രയോ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. മക്കളൊക്കെ നമ്മുടെ നാട് കുറച്ചും കൂടെ ഒരു എഡ്യൂക്കേറ്റഡും കുറച്ചും കൂടെ ഒരു പരിഷ്കാരമായി വന്നതുകൊണ്ട് പിന്നെ ഇപ്പോഴുള്ള ആളുകളൊക്കെ അവരെ പേരൻസിനെയൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോവുക, ബീച്ചിൽ ഫുഡ് കഴിക്കാൻ. അതൊന്നും അവരെ മുമ്പത്തെ കാലത്തിൽ അവരൊന്നും, അതായത് അവരെ ചെറുപ്പകാലത്തിലൊന്നും അവർ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊന്നും അങ്ങനെ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്കൊന്നും അതിന് പറ്റുള്ളൊരു അറിവില്ല. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ആണ് എന്ന് അങ്ങോട്ട് നിശ്ചയിച്ച് കഴിഞ്ഞവരവർ. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, നമ്മുടെ ഹെൽത്ത്, ഒരു രോഗം വന്നാൽ, ഒരു പനി വന്നാൽ, ഒരു തലവേദന വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് കാലുവേദന, കൈവേദന, ഊരവേദന, നടുവേദന, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അവിടെ വെച്ച് വീട്ടിൽ തന്നെ നമ്മളത് മാറും. നമ്മൾ ഡോക്ടറെ അടുത്ത് പോകാനോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനോ നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കില്ല. വീട്ടിലുള്ളവർ ചിലപ്പോൾ അത് പറഞ്ഞെന്ന് വരില്ല. കാരണം അവർക്ക് ചിലപ്പോൾ അവരങ്ങനെ ആയിരിക്കും. അപ്പോഴും നമ്മൾ വിചാരിക്കുക, ഒരു നിർബന്ധിച്ചാൽ പോയാൽ മതിയല്ലേ, പോണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതല്ല, നമ്മൾ നോക്കണം. വേറൊരാൾ പറഞ്ഞിട്ട് നമ്മളെ കാര്യങ്ങളിൽ നമ്മൾക്കുള്ള അത്ര വേറൊരാൾക്ക് ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ ആദ്യം നമ്മളാണ് നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടേ. എനിക്കിങ്ങനെ അസുഖമുണ്ട്, എനിക്ക് ഡോക്ടറെ അടുത്ത് പോകണമെന്ന് പറയാം, എന്നിട്ട് പോവുക, ഡോക്ടറെ കാണിക്കുക. കാരണം നമ്മളെ ഹെൽത്താണ്, അപ്പോൾ അത് നമ്മളാണ് നോക്കേണ്ടത്. അതിനൊരാളും വന്ന് പറയുന്നോ കൊണ്ടുപോകുന്നോ നമ്മൾ പ്രതീക്ഷിക്കരുത്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ആ
ആ ഹെൽത്ത് നോക്കിയാൽ മാത്രമേ നമ്മൾ ഹെൽത്തിയായി ഇരുന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ ഫാമിലിക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഫാമിലിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു സമയം എത്തിയിട്ട് ഇപ്പം നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും, മക്കൾ പിന്നെ കാര്യങ്ങൾ അവരെ ഒരുപാട് പ്രാരാബ്ദങ്ങൾ, അതിൻ്റെ ഇടയിൽ നമ്മുടെ അസുഖങ്ങളൊന്നും വിഷയമല്ല. അതൊക്കെ ഒരു പരിധി വരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതും കൊണ്ട് നടക്കുക, അതും കൊണ്ട് നമ്മൾ ജോലി ചെയ്ത് അവർക്ക് വേണ്ടി അങ്ങോട്ട് ജീവിക്കുക ചെയ്യുക. ആ സമയത്ത് നമുക്ക് ചെറിയ എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ പറ്റൂല, നമുക്ക് ആവുന്നില്ല എന്ന് പറയാം. എന്നിട്ട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അത് മാറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ മുന്നോട്ട് ഹെൽത്തി ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാതെ നമ്മളിതൊരു സമയം കഴിയുമ്പം നമ്മൾ വല്ലാതെ വീക്കായി പോവും. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഈ നോക്കിയ നമ്മളെ മക്കളോ നമ്മളെ ഹസ്ബൻഡോ നമ്മളെ ഫാമിലിയിലെ മെമ്പേഴ്സോ ഇതുപോലെ നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനോ നമ്മളെ കാര്യങ്ങളിൽ ഇത്രത്തോളം ശ്രദ്ധിക്കാനോ ഉണ്ടായിന്ന് വരില്ല. ഒരു 100% നമ്മളത് പ്രതീക്ഷിച്ചോട് ജീവിക്കരുത്. അത് റെയറാണ്. അവർ ചെയ്ത് അത്രയേ ഉള്ളൂ. നമ്മൾ അവരെ ഭാഗത്തുനിന്ന് നമ്മൾ ഇത്രയും ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് നമുക്കും അങ്ങനെ ആത്മാർത്ഥമായി അവർ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അപ്പോൾ അതാ എൻ്റെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ചെറുപയറും വാഴക്കട്ടിയും മിക്സായിട്ടുള്ള ഞാൻ വറവിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ സംസാരത്തിൻ്റെ കൂടെ. അപ്പോൾ ബൈ, ടേക്ക് കെയർ.